നമസ്കാരം. നമസ്കാരം സാർ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം, ഒരു അതിജീവിത ഇന്നലെ ഒരു പ്രമുഖ ചാനലിന് ഒരു ഇൻ്റർവ്യൂ എടുക്കണ്ടായി. മറഞ്ഞു നിന്നതിൽ നിന്ന് വെളിച്ചത്തേക്ക് കയറി വരികയാണ്. ഒരു പുതിയൊരു മാറ്റമാണത്. കാരണം മറഞ്ഞു നിൽക്കേണ്ടത് ഞങ്ങളല്ല, മറഞ്ഞു നിൽക്കേണ്ടത് പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്, പീഡിപ്പിക്കുന്നവരാണ്, കുറ്റവാളിയാണ് എന്നുള്ളതാണ് ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ പറയുമ്പോഴും ഒരു കാര്യം, നമ്മളിപ്പോൾ പറയും സ്ത്രീകൾ മുൻ ധാരയിലേക്ക് പുരുഷന് ഈക്വലായിട്ട് വന്നു എന്ന് പറയും. പക്ഷെ എന്നാലും ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ഒതുങ്ങിക്കൂടുന്ന സ്വഭാവം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മൊത്തത്തിൽ. കാരണം എന്തിനേയും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട്, എന്തിനെയൊക്കെ ഭയപ്പെട്ടുകൊണ്ട്, പലതും തുറന്നു പറയാതെ ഒതുങ്ങിക്കൂടുന്നൊരു സ്വഭാവം. അവർ വേഷത്തിലും രൂപത്തിലൊക്കെ പുരുഷൻ്റെ രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇന്നും അവരുടെ മനസ്സും ഇതും ആ ഒരു ആറ്റിറ്റ്യൂഡും മാറിയില്ല. മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം പല കുറ്റവാളികൾക്കും ഇതിനുള്ള പ്രേരണ കൊടുക്കുന്നതിന് പ്രധാന കാരണം ഈ ഒരു അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. സമൂഹത്തെ പേടിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, നഗ്നത മറക്കുന്നത് പോലെ മനസ്സിനെയും അവർ മറക്കുകയാണ്. നഗ്നത മാത്രമല്ല അവർ മറക്കുന്നത്, മനസ്സിനെയും മറക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇന്നലെ നമ്മൾ ആ ചാനൽ ചർച്ച കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, 13 തവണ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം സംഭവിക്കാം, 2 പ്രാവശ്യം സംഭവിക്കാം. പിന്നെ എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ്. എനിക്ക് ഇല്ലെങ്കിൽ വേണ്ട വലിച്ചെറിഞ്ഞ് പോകാനുള്ള ഒരു മാനസികാവസ്ഥ. ഏത് പക്ഷെ ഇത്രയും കാലം ഇത് കോടതിയുടെ മുമ്പിൽ പോലും എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പരാജയപ്പെടുന്ന പ്രധാന ഒരു കാരണം ഇത് തന്നെയാണ്, അല്ലേ? കാരണം ഞാൻ പറയാം, അതായത് അടുത്തിടെ പല നിയമങ്ങളും ഉണ്ടാക്കുന്നത് നല്ല കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷെ അത് വളച്ചൊടിക്കപ്പെടുകയും മറ്റുള്ള ആൾക്കാർക്ക് ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ കോടതിക്ക് പോലും അവിശ്വസിക്കുന്ന രീതിയിലേക്ക് ചില ജെന്യൂനായിട്ടുള്ള കേസ്, ഇപ്പം ഞാൻ ആ അതിജീവിതയുടെ കേസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ജെന്യൂനായിട്ടുള്ള കേസാന്ന് തോന്നി. പക്ഷെ അവരുടെ ഉള്ളിൽ അതിനോടുള്ള ഒരു താല്പര്യം, അത് വിട്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, വിട്ടുപോയതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെ ഭയപ്പെട്ടുകൊണ്ട് വീണ്ടും അതിൽ നിന്നു കൊടുക്കുകയാണ് അവർ. ഒരു വല്ലാത്തൊരവസ്ഥയാണത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ കോടതിക്ക് പോലും ഇത്തരം സിറ്റുവേഷനിൽ ഇപ്പോൾ പലരും അത് മിസ്യൂസ് ചെയ്യാറുണ്ട്. സ്ത്രീകളിൽ പലരും എന്നെ പീഡിപ്പിച്ചു, അവരെ തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മാറ്റുമ്പോൾ ഇതുപോലെ കോടതിയിൽ വരുമ്പോൾ കോടതിയിൽ ഇതുപോലെ പല കേസുകളും അടുത്തിടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ജെന്യൂനായിട്ടുള്ള കേസിനെ പോലും ഇത്തരം നടപടികൾ ബാധിക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ ഇതല്ല പറഞ്ഞത്, ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞത്, നമ്മളിപ്പോൾ ഈ അതിജീവിത കോടതിയിൽ ഫെയിൽ ആവാനുള്ള കാരണം ശരി, മറ്റേ ഒരു ഭാഗം പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്ക്, പ്രതിയാണ് ആരോപിക്കപ്പെടില്ല, നമുക്കെല്ലാം ബോധ്യമുണ്ട് പ്രതി കുറ്റവാളിയാണ്. അദ്ദേഹത്തിന്റെ പണവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് ആരോപിക്കപ്പെടുന്ന ആൾക്കാണ് പ്രതി എന്ന് പറയുന്നത്. അതെ 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 അതെ. അപ്പോൾ അദ്ദേഹത്തിന്റെ പണവും സ്വാധീനമൊക്കെ ഉപയോഗിച്ച് അയാൾ രക്ഷപ്പെട്ടു എന്നാണ് പബ്ലിക്കിൽ മൊത്തത്തിലുള്ള ഒരു ധാരണ. ഇതിനെക്കുറിച്ച് എന്താണ്, ഈ കേസ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അതിജീവിത സന്യസ്ത ജീവിതം തുടരുന്നത് ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, ഭയപ്പെട്ടിട്ടുമല്ല, അവരുടെ താല്പര്യം കൊണ്ട് തുടരുന്നുള്ളൂ. കാരണം ഈ ഓരോ കന്യാസ്ത്രീയും കർത്താവിന്റെ മണവാട്ടി എന്നറിയും, അവർ മനസ്സോടെ സ്വീകരിക്കുന്നതാണ്. ഇപ്പോഴും അവരതിൽ തന്നെ തുടരുന്നു, അല്ലാതെ യാതൊരു തെറ്റുമില്ല, ആരും അത് വിലക്കിയിട്ടുമില്ല, വിലക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോടതിയിൽ കേസ് വരുമ്പോൾ കോടതിക്ക് നിയമം നോക്കണം, തെളിവ് നോക്കണം, മറ്റു വിഷയങ്ങളും സാക്ഷിമൊഴികളും രേഖകളും തൊണ്ടുകളെല്ലാം പരിശോധിച്ചിട്ടാണ് കോടതി ഒരു തീരുമാനമെടുക്കുന്നത്. അതിന് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയും. അതിനെ തെറ്റെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്കൊരു ധാരണ, ചില സമയത്ത് നമുക്ക് അങ്ങനെ സംഭവിച്ച് കാണാമെന്ന് തോന്നുന്നത് ഒരു തോന്നൽ മാത്രമേ, ഇല്യൂഷൻ എന്ന് പറയും. കോടതി അങ്ങനെ ഇല്യൂഷൻ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കോൺക്രീറ്റ് എവിഡൻസ് കൊണ്ടുവരും. അപ്പൊ ആ എവിഡൻസ് വരുമ്പോൾ കോടതി അത് കൂലങ്കഷമായി തലനാരിഴകീറി പരിശോധിച്ച് വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കോടതി ഒരു തീരുമാനത്തിലെത്തും. ഈ കോട്ടയം നാട്ടിലൊരു പറഞ്ഞിട്ടുണ്ട്, കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയും. ഒരു തേങ്ങ വന്ന് വേണം അല്ലെ, കയ്യാലപ്പുറത്തിരിക്കുമ്പോൾ ഇത് അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് പോകാം. അതുപോലെയാണ് കോടതി. അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡാണ്. അതാണ് നിയമ സംവിധാനം. കുറ്റമായിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നതും അവരെ പീഡിപ്പിക്കുന്നതും അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്, അതിന് ആർക്കും തർക്കമില്ല. അതേസമയം ഒരു നിരപരാധിയെ അതുപോലെ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കുന്നത് അതുപോലെ അപലപനീയമാണ്. ഇത് രണ്ടും കൂടെ സ്ട്രൈക്കിംഗ് എ ബാലൻസ് ഇൻ ബിറ്റ്വീൻ.
അതാണ് കോടതി നോക്കുന്നത്. ഇപ്പം പ്രതി കുറ്റവാളിയാണെന്നല്ല, നിരപരാധിയാണെന്നാണ് നിയമത്തിലെ പ്രിസംപ്ഷൻ. അപ്പൊ അത് കോൺക്രീറ്റ് എവിഡൻസ് കൊണ്ടുവന്ന്, കൺവിൻസിങ് എവിഡൻസ് കൊണ്ടുവന്ന്, ബിയോണ്ട് റീസണബിൾ ഡൗട്ട് കൊണ്ടുവന്ന് പ്രോസിക്യൂഷൻ ഈ പ്രതി കുറ്റവാളിയാണെന്ന് തെളിയിക്കണം. അത് അത്ര നിസ്സാര കാര്യമല്ല. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമുക്ക് വിശദമായ ചർച്ചയ്ക്ക് മുമ്പ് കോടതി ഒരു പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രതി പൂർണ്ണമായി നിരപരാധിയാകണമെന്നില്ല. ഈ കേസ് തന്നെ ഫൈൻഡിങ്ങില് കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നെല്ലും പതിരുടെ വേർതിരിക്കാൻ സാധിക്കുന്നില്ല. സത്യം എന്താണ് കള്ളം എന്താണെന്ന് വേർതിരിക്കാൻ സാധിക്കുന്നില്ല. ട്രൂത്ത് ആൻഡ് ഫാൾസ്ഹുഡ് എന്ന് വേർതിരിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്ന സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് കൊടുക്കുന്ന കോടതി പറഞ്ഞിരിക്കുന്നത്. ആ സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും പ്രതി, അതിനകത്ത് പറയാറുണ്ട്, ഈ when two views are possible, the court should accept the view in favor of the accused. ഒരേ കാര്യത്തിന് രണ്ട് രീതിയിൽ എടുക്കാം. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും ആകാമല്ലോ. അപ്പൊ സംശയത്തിന് ആനുകൂല്യം ഉള്ളത് പ്രതിക്ക്, അപ്പൊ പ്രതിക്ക് അനുകൂലമായിട്ട് കോടതി വ്യാഖ്യാനിക്കും. ഇന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെന്നോ അവര് പറഞ്ഞ കള്ളമാണെന്നോ ഒന്നും അതിനർത്ഥമില്ല. രണ്ടാമത്തെ കാര്യം, ഇനി ഈ അതിജീവിത അതുപോലെ കൺവിൻസ്ഡ് ആണ്. whatever she did is correct. പ്രോസിക്യൂഷൻ അതുപോലെ കൺവിൻസ്ഡ് ആണ്. എന്തുകൊണ്ട് ഹൈക്കോടതി അപ്പീൽ കൊടുക്കുന്നില്ല? കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹൈക്കോടതി അപ്പീൽ കൊടുത്തില്ല, അത് അവരുടെ അവകാശമാണ്. അപ്പൊ കൊടുക്കാം, അത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ശരിയാ. അപ്പൊ ഞാനതൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി പറയുന്നതേ ഉള്ളൂ. കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി തീരുമാനിക്കും. ഹൈക്കോടതി തീരുമാനം കീഴ്ക്കോടതി വിധി അംഗീകരിക്കണം നിർബന്ധമൊന്നുമില്ല. ഹൈക്കോടതി തീരുമാനിക്കട്ടെ. അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ എന്റെ വിശദമായ ശരിയായ കാര്യം. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ചില വിധികളൊക്കെ ഇപ്പം അടുത്തിടെ വരുന്നതൊക്കെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്നവരെല്ലാം പീഡിപ്പിച്ചവരല്ല, കാരണം പല ഫേക്കായിട്ടുള്ള ആരോപണങ്ങളും വരുന്നുണ്ട് എന്നുള്ള ഒരു സംഭവം അടുത്തിടെ പല പല കേസുകൾ വരുന്നത്. പല സിനിമ, പിന്നെ ഒരു നടന്റെ കേസ്, നടനല്ല, അതിന് മുമ്പേ ഒരു പ്രൊഡ്യൂസർ ഒരാളുടെ കേസിൽ അയാൾക്ക് ജാമ്യം കൊടുത്തു. ഇപ്പൊ ഒരുപാട് കേസുകളിൽ ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ ഒരു പ്രവർത്തകന്റെ കേസിലായാലും ഇങ്ങനെ ജാമ്യം കൊടുക്കുന്നു. അപ്പൊ അടിക്കടി ഈ വരുന്ന ആരോപണങ്ങളെല്ലാം ശരിയല്ല, ഫേക്കാണെന്നുള്ളൊരു തോന്നൽ മൊത്തത്തിൽ ഒരു സമൂഹത്തിലുണ്ട്. കാരണം ഈ സംഭവം എല്ലാം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് നടന്നതിന് ശേഷം എന്തെങ്കിലും ഡിമാൻഡ് പറഞ്ഞ് അംഗീകരിക്കാത്ത ഈ അതിജീവിത കേസിലും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി. ഇത്ര 13 പ്രാവശ്യമായിട്ട് അതെന്തോ അവർ ഡിമാൻഡ് ചെയ്ത് അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഒരു സംഭവം അങ്ങനെ നിലനിൽക്കുന്നുണ്ടല്ലേ? അല്ല, അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഒരിക്കലും ഞാൻ പറയുന്നത്, ഈ ഇരയായ വ്യക്തികൾ ഒരിക്കലും കള്ളക്കേസ് കൊടുക്കരുത്. അത് യഥാർത്ഥ ജെനുവിൻ കേസുകളെ പോലും സംശയത്തിന്റെ നിലയിലേക്ക് മാറ്റും. അപ്പൊ അതുകൊണ്ട് ഈ കള്ളക്കേസ് കൊടുത്ത് മിടുക്ക് കാണിക്കുന്ന ബ്ലാക്ക് മെയിലിംഗ്, ആ ആറ്റിറ്റ്യൂഡ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ ചെയ്യുന്നെന്ന് ഞാൻ പറയില്ല, ചെയ്യുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ജെനുവിനായുള്ള കേസുകളിലെ വിക്ടിംസിനെ അത് ബാധിക്കും. പൊതുജനങ്ങളുടെ, കോടതി ഞാൻ പറയുന്നില്ല, പൊതുജനങ്ങൾക്ക് തെറ്റിദ്ധാരണ, സംശയത്തിന് ആനുകൂല്യം കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ കള്ളക്കേസ് കൊടുക്കാതിരിക്കുക. അപ്പൊ അത് ഒരു ബ്ലാക്ക് മെയിലിലേക്ക് പോകുന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോസിക്യൂഷൻ അത്ര കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും. ഈ കേസിനകത്ത് തന്നെ നോക്കാം. പ്രോസിക്യൂഷൻ 39 സാക്ഷികളെ ഈ കേസിൽ 122 രേഖകൾ മാർക്ക് ചെയ്യും, 6 തൊണ്ടി മുതലുകൾ മാർക്ക് ചെയ്യും. അപ്പൊ ഇത്രയും അവരുടെ ഭാഗം, ഇത്രയും തെളിവ് ഹാജരാക്കിയില്ലേ. പക്ഷെ അതുപോലെ തന്നെ തെളിവുകൾ ഹാജരാക്കാനുള്ള അവകാശം പ്രതിഭാഗത്തിനുണ്ട്. അവര് വിസ്തരിച്ചു. 6 സാക്ഷികൾ വിസ്തരിച്ചു. 58 രേഖകൾ പ്രതിഭാഗം തെളിവോടെ ഉണ്ട്. പിന്നെ ഒരു X1 എന്ന് പറഞ്ഞൊരു രേഖയുണ്ട്, തേർഡ് പാർട്ടി എവിഡൻസ് ആണ്. ആ പ്രതിഭാഗത്തിന്റെ ഇതിലാണ് അതും കോടതി മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ, ഈ രേഖകളെല്ലാം പരിശോധിച്ചു, ഈ തൊണ്ടിമുതലുകളെല്ലാം പരിശോധിച്ച്, കൂടാതെ സാക്ഷിമൊഴി പരിശോധിച്ച്, വാദപ്രതിവാദങ്ങൾ പരിശോധിച്ച് എല്ലാം ശേഷമാണ് കോടതി തീരുമാനം എത്തുന്നത്. എന്നിട്ടും കോടതി അദ്ദേഹം പറഞ്ഞതാണ്, ഐ കനോട്ട് ടേക്ക് ഔട്ട് ദിസ് ഗ്രെയിൻ ഫ്രം ദ ചാഫ് എന്നാ പറയുന്നത്. ഇതിൽ നിന്ന് നെല്ലും പതിനും വേർതിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് കൺഫ്യൂഷനിലേക്ക് വരുന്നു. അത് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രോസിക്യൂഷൻ 39 സാക്ഷികളെ വിസ്തരിച്ചെന്ന് ഞാൻ പറഞ്ഞു. അതിൽ കോടതിയുടെ ഫൈൻഡിങ് ആണ്. അതിലാകെ ഈ പ്രോസിക്യൂഷൻ കേസിനെ ആസച്ച്
സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അല്ലെങ്കിൽ തെളിവ് കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നത് PW1 ആയി വിസ്തരിച്ചിരിക്കുന്ന ഈ അതിജീവിതം മാത്രമാണ് എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്. നിരീക്ഷണം. ഇപ്പം 39, 38 അങ്ങ് പോയി. അത് പ്രത്യേകിച്ച് സംഭവത്തെ സംഭവിച്ചു. അത് മറ്റുള്ളതിനെ ഹോസ്റ്റലായെന്ന് അർത്ഥത്തിലല്ല, ഒരു യഥാർത്ഥ ഇൻസിഡന്റിന് വിക്ടിമും ദൃക്സാക്ഷികളെന്ന് പറയും. ഇരയായ വ്യക്തികളും ദൃക്സാക്ഷികളും. അങ്ങനെ ദൃക്സാക്ഷികളൊന്നും ഇല്ലാത്ത ഒരു കേസാണിത്. രണ്ടാമത്തത് PW1 ഒരേ ഒരു എവിഡൻസ് മാത്രമേ ഉള്ളൂ ഈ കേസിൽ, ഈ പ്രതി കുറ്റം ചെയ്തു എന്ന് പറയുന്നതായിട്ട്. അപ്പൊ അത് തന്നെ സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ പല വിധികളിലും സുപ്രീം കോടതി ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ റേപ്പ് കേസുകളിൽ ഒരു വിറ്റ്നസ് ഉള്ളെങ്കിലും വേണമെങ്കിൽ പ്രതീക്ഷിച്ചു. അവരുടെ കൗൺസിലിംഗ് ചെയ്ത സമയത്ത് അവരത് തുറന്നു പറഞ്ഞു പറഞ്ഞില്ല അവരുടെ മദറിനോട് മറ്റോ. ആര് പറഞ്ഞെന്ന്? ഈ അതിജീവിത പലപ്പോഴും പല രീതിയിലാണ് പറഞ്ഞെന്നാണ് കോടതി അങ്ങനെ പറയുന്നുണ്ട്. അവിടെ കോടതി ഫൈൻഡിങ്ങിലേക്ക് വരുമ്പോ അതാണ് ഞാൻ അതിലേക്കാ വന്നത്. അതായത് അതിജീവിതം മാത്രമേ ഈ കേസിനെ പറ്റി ഇന്ന രീതിയിൽ നടന്നു എന്ന് കോടതി വഴി പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരാരിങ്ങനെ സംഭവം കണ്ടിട്ടില്ല. പക്ഷെ വേറെ കാര്യം, ഈ ഒരു കാര്യത്തിന് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ ബുദ്ധിമുട്ടല്ലേ? ആണ്, സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പറഞ്ഞത് അതിജീവിതയുടെ മാത്രം തെളിവിൽ വേണമെങ്കിൽ പ്രതിയെ ശിക്ഷിക്കാം. അവിടെയും രണ്ട് കാര്യങ്ങളാണ്. ഇത് കേസ് ഹൈക്കോടതി പോയിരിക്കാണല്ലോ. ഹൈക്കോടതിക്ക് അതിജീവിതയുടെ മൊഴിയിൽ മാത്രം വേണമെങ്കിൽ ഈ പ്രതിയെ വെറുതെ വിട്ട ജഡ്ജ്മെന്റ് ക്യാൻസൽ ചെയ്തിട്ട് ശിക്ഷിക്കാം. അത് തന്നെയല്ല, അങ്ങനെ ശിക്ഷിക്കുമ്പോൾ കൺവിൻസിങ് ആയി, സംശയാതീതമായി, കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആയിരിക്കണം ആ മൊഴി. മറ്റ് യാതൊരു പ്രോബബിലിറ്റിക്ക് പോകരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മൊഴികളിൽ വ്യത്യാസമുണ്ട്, ഇവരുടെ പല സ്ഥാനങ്ങളിൽ വ്യത്യാസം. എന്തിനധികം ഈ കേസിൽ പോലീസിൽ കൊടുത്ത എക്സിറ്റ് P1 മൊഴിയിൽ പോലും പെനിട്രേറ്റീവ് അസാൾട്ട് ഉണ്ട് ഒന്നും പറയുന്നില്ല. അപ്പം അത് തന്നെ കോടതി പ്രത്യേകം പറയുന്നുണ്ട്. പെനിട്രേറ്റീവ് അസാൾട്ട് ഉണ്ടെന്ന് ഇവർ പോലീസ് കൊടുത്ത മൊഴിയിൽ പോലും പറയുന്നില്ല. പിന്നീട് മാറ്റി പറയുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ മൊഴിക്കകത്ത് ഇങ്ങനെ ഒരു ഉണ്ടെന്ന് വെച്ചാൽ പക്ഷെ ഇതിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇപ്പൊ സാറ് പറയപ്പെടാൻ ശ്രദ്ധിച്ചത്, ആദ്യമായിട്ട് പരാജയമായിട്ട് പോകുന്നത് ഈ അതിജീവിതമല്ല അല്ലേ? ഈ ഫാദർ, നമ്മൾ ഈ പ്രതി എന്ന് പറഞ്ഞ ആളിക്കുന്ന ആള് പോലീസ് സ്റ്റേഷനിൽ SP-ക്ക് ഒരു പരാതി കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഇവരെ അതിജീവിതയുടെ സഹോദരനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുമ്പോഴാണ് ഇവരൊരു പരാതി കൊടുത്തതിൻ്റെ ഒരു കോപ്പി കൂടി ഈ സഹോദരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതവരെ കൊണ്ട് ഹാജരാക്കണം എന്ന് പറയും. അത്രവരെയും ഇവർ പരാതിയായിട്ട് പോയിട്ടില്ല. അതും കോടതി പക്ഷേ ഇവർ പരാതി കൊടുത്തിരിക്കുന്നത് ഇവരുടെ സഭയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം പരാതി കൊടുത്തിരിക്കുന്നത് അദ്ദേഹമാണ് പോലീസിൽ. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം കിടക്കുന്നത് അദ്ദേഹം കൊടുക്കാൻ തയ്യാറാവൂ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലേ? ഇവിടെ പോലീസ് സ്റ്റേഷൻ വിളിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടെന്ന് പറയില്ലേ? അതൊക്കെ ഇപ്പൊ സാർ പറയുമ്പോഴാണ് ആ ഒരു കാര്യമുണ്ട്. തന്നെയുമല്ല, കോടതി ഫൈൻഡിങ് പറഞ്ഞൊരു കാര്യമുണ്ട്. 2014, 2015, 2016 ഈ 3 വർഷങ്ങളിലായി 13 പ്രാവശ്യം ഈ കേസിന്റെ പോലീസിൽ 1-2 പ്രാവശ്യം സംഭവിച്ചു വിചാരിക്കുക ഭീഷണിയപ്പുറത്ത്. 3-ാമത്തെ പ്രാവശ്യം നമുക്ക് എന്ത് താല്പര്യമില്ലാത്തൊരു ജോലി പോലും എടുത്ത് വലിച്ചെറിഞ്ഞ് പോടാന്ന് പറഞ്ഞിട്ട് പോകില്ല നമ്മൾ അല്ലേ? ഇട്ട് പോകില്ല. എന്ത് അതിനോടുള്ള ഇതുണ്ടെങ്കിലും അല്ലേ? എത്ര ശമ്പളം കിട്ടാന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യില്ല. അത് കോടതിയെ സംബന്ധിച്ചുള്ള അത് റീസണബിൾ ആണെന്ന് നോക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഇമ്മീഡിയറ്റ്ലി അത് പോലീസിനെ അറിയിക്കുന്നതിന് എന്തായിരുന്നു തടസ്സം? അതൊക്കെയാണ് ഇതിനകത്ത് കേസ്. അവരത് അവിടുന്ന് ഇറങ്ങിയിട്ട് അവര് ഭയപ്പെടുന്നത് ഈ മടം ചാടി വന്നവൾ എന്ന് പറയുന്ന ഒരു ആരോപണമാണ് അവരുടെ ഒരു മൈൻഡിൽ കിടന്നത്. അവർക്ക് ധൈര്യമായിട്ട് അവിടുന്ന് വലിച്ചെറിഞ്ഞിട്ട് പുറത്തിറങ്ങി ഒരു പത്രസമ്മേളനം വിളിക്കുക. എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് പട്ടം ഉപേക്ഷിക്കുക. പബ്ലിക് അറിയട്ടെ, ഞാൻ പരാതി കൊടുക്കാൻ പോകും പോലീസിൽ. എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആരും മടം ചാടി വന്നവരൊന്നും അറിയില്ലല്ലോ. അല്ല, പബ്ലിക്കിനൊന്നും അറിയിക്കണമെന്നില്ല. നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർക്ക് അവരുടെ ഐഡന്റിറ്റി അവർ ഡിസ്ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം താല്പര്യം. സാധാരണ അങ്ങനെ ചെയ്യണമെന്നില്ല.
അപ്പൊ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുന്ന ഒരു തടസ്സമില്ല, അവരുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തത്തില്ല. അത് ഇവരല്ല ആദ്യം പരാതി കൊടുക്കുന്നത്, അദ്ദേഹമാണ് പരാതി കൊടുക്കുന്നത്. അത് കോടതി പറയുന്നുണ്ട്. ഈ കേസിലെ ക്രൈം നമ്പർ എന്ന് പറഞ്ഞത് 746/2018 കുറവലങ്ങാട് പോലീസ് സ്റ്റേഷൻ. ഇപ്പൊ 746/2018 എന്ന് പറയുമ്പോൾ 2018 ഈ കേസിലെ FIR ലോഡ്ജ് ചെയ്തത്. സോറി, ശബ്ദത്തിൽ കുഴപ്പമുണ്ട്. പക്ഷേ ആരോപണം 2014, 15, 16 വർഷങ്ങളിൽ പിടിപ്പിക്കപ്പെടുന്നു. അപ്പം 2 മുതൽ 4 വർഷങ്ങൾ വരെ ഡിലേ ഉണ്ട് ഈ FIR ലോഡ് ചെയ്യുന്നത്. അത് കോടതിക്ക് വളരെയധികം സംശയം ഉണ്ടാക്കുന്ന തന്നെയാണ് ഒരു കാര്യമാണ്. അപ്പം ഇത് കൂടാതെ പിന്നെയുണ്ട് കാര്യങ്ങൾ. ഇപ്പം ഇതിനകത്ത് ഈ താങ്കൾ പറഞ്ഞ പോലെ പ്രതിയായി എന്ന് പറയുന്ന ബിഷപ്പാണ് ആദ്യമേ പോലീസ് പരാതി. അപ്പൊ ഇത്രയും സാഹചര്യങ്ങളിവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ കൊടുക്കുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും. ഇതെല്ലാം ഇവിടെ നിൽക്കട്ടെ, ഇതിന് മുമ്പ് വേറെയും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ കേസിൽ ഒരു PW16 ഒരു സ്ത്രീയാണ്. അവര് ഈ അതിജീവിതക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അവരുടെ ഭർത്താവുമായിട്ട് ഈ അതിജീവിതയ്ക്ക് ബന്ധങ്ങൾ. അത് എപ്പോഴാ പരാതി കൊടുത്തത്? അത് ഇതിനു മുമ്പാ, ഈ സംഭവം നടക്കുന്നതിന് മുന്നെയാണ് ഈ പരാതി. പിന്നെ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ്, ഈ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ, അതായത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് സഹോദരനെ വിളിപ്പിക്കുന്നതിന് മുന്നെയാണ് ഈ പരാതി. അല്ല, ഈ കേസ് കോടതി സംഘത്തിലെ FIR ഇട്ടത് ഡേറ്റ് ആണ് പ്രധാനം. ആ FIR ഇടുന്നതിന് മുമ്പാണ് അവര് പരാതി കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ അതിജീവിതയ്ക്ക് അവരുടെ ഭർത്താവുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് PW16 പ്രോസിക്യൂഷന്റെ സാക്ഷി ഒരു പരാതി പറയുമ്പോൾ അതും കോടതി വളരെ ഗൗരവത്തിലെടുത്തു. തീർച്ചയായിട്ടും. അപ്പൊ അതിനകത്ത് വരുമ്പോഴത്തേക്കുള്ള കുഴപ്പം ഈ മെഡിക്കൽ എവിഡൻസിനാണ് പ്രശ്നം വരുന്നത്. ഇതിനകത്ത് ഈ ഇന്റർകോഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ ഹൈമൻ ഇൻടാക്ട് ആകണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ പ്രശ്നം വരും. അപ്പൊ ആ മെഡിക്കൽ എവിഡൻസ് അത് വന്നിട്ടുണ്ട്. പക്ഷെ അന്നേരം കോടതിക്ക് സംശയം ഉണ്ടാക്കിയ കാര്യം, ഇതേ കേസിലെ PW16 അതിജീവിതയും അവരുടെ ഭർത്താവിനെയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പരാതി കൊടുത്ത സ്ഥിതിക്ക് അങ്ങനെയും ആയിക്കൂടെ, അത് ഈ പ്രതിയായ വ്യക്തി തന്നെ ഒരു വിഷയം മാത്രമല്ല, ഒന്നിലധികം ഇതുപോലുള്ള കേസുകൾ ഉണ്ടെന്നുള്ളൊരു ആയിക്കൂടെ എന്നൊരു കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിന് കോടതി നോക്കണം. ഞാൻ ഒരു കാര്യം കേട്ടെ, ഇപ്പം അതിജീവിത ഒരു നണ്ണാണ്, കന്യാസ്ത്രീയാണ്, അവർ സത്യമേ പറയുമെന്ന് നമുക്ക് വിശ്വസിക്കാം സാധാരണഗതി. അങ്ങനെയാണ് പ്രതി ഒരു ബിഷപ്പാണ്, അദ്ദേഹം കള്ളത്തരം കാണിക്കുന്ന പറയാൻ പറ്റില്ല. സാധാരണഗതി ചിന്തിക്കുമ്പോഴാണ് ഇത് രണ്ടുപേരും നോക്കുമ്പോൾ രണ്ടുപേരും ഉന്നതസ്ഥാനീയരാ. പബ്ലിക്കിന്റെ വലിയൊരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇത്തരം മഠങ്ങളിലും പള്ളികളിലൊക്കെ ഇതുപോലെ സംഭവങ്ങൾ, ചൂഷണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടെന്നുള്ളൊരു, ഇതിനു മുമ്പേ മറ്റേ അഭയ കേസിലേക്ക് അല്ലെ, ഇതുപോലെ കുറെ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് പബ്ലിക്കിന് ഇപ്പൊ എന്ത് സംഭവിച്ചാലും അത് സംഭവം അങ്ങനെ ആയിരിക്കും ധാരണയുണ്ടാവാൻ സാധ്യത അല്ലേ. അത്തരം ഒരു, ഞാൻ ഈ വഞ്ചി സ്ക്വയറിൽ ഉണ്ടായിരുന്ന ഈ സംഭവത്തിലൊക്കെ ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഈ പ്രോഗ്രാമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് അയാൾ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് തോന്നിയത്, പണവും സ്വാധീനവും ഒക്കെ ഉള്ള ആള്. ഈ കേസ് ഞാനെന്താ പറയുക, ഞാനിത് അവരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോഴും പിന്നെ ഈ കേസ് നടന്നതിന് ശേഷം അദ്ദേഹം വലിയൊരു സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിച്ച് കുറേ ആൾക്കാരൊക്കെ വിളിച്ച് വരുത്തി ട്രീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത്രയും പണവും സ്വാധീനവും ഒക്കെ കൊണ്ട് കളിക്കുന്ന ഒരാൾക്ക് ഇതുപോലൊരു കേസ് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തേച്ച് മാച്ച് കഴിയാൻ പറ്റും തോന്നി. അതൊക്കെ തോന്നലുകളാണ്. അതെ. പക്ഷെ ഇന്നലത്തെ അവരുടെ ആ ഇന്റർവ്യൂ കൂടി കണ്ടപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ അവർ ജെന്യൂനായിരിക്കും തോന്നി. അല്ല, ഞാൻ അവർ തെരഞ്ഞതെല്ലാം തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ PW16 പരാതി കൊടുത്തുകൊണ്ട് അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു പരാതി വന്നപ്പോൾ കോടതിക്ക് ഒരു സംശയമുണ്ടായി. അപ്പൊ ആ സംശയം വരുമ്പോ അത്, കാരണം ഇങ്ങനെ ആയിക്കൂടെ എന്നൊരു സംശയം വന്ന്, ചിലപ്പോൾ അത് കള്ളപ്പരാതിയാവാം, ശരിയായ പരാതിയാവാം. കോടതിയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു സംശയം നിൽക്കുമ്പോൾ, കാരണം ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ചുള്ള അവരുടെ ചരിത്രം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് ഹൈമൻ ടോൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ രീതിയിലേക്ക് വരും. പക്ഷെ അതിന് ഇങ്ങനൊരു സാധ്യത ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കോടതി ആ രീതിയിലുള്ള സംശയാതീതമായിട്ട് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അതായിരിക്കും കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അതല്ലേ. അത് കൂടാതെ തന്നെ കോടതി പറഞ്ഞ ഒരു ഒബ്സർവേഷൻ, അതിനോട് ഞാനും യോജിക്കുന്നു വ്യക്തിപരമായി. അത് അതിജീവിതം പറഞ്ഞ് ശരിയോ തെറ്റോ അത് ആ കോടതി, അപ്പീൽ കോടതി തീരുമാനിക്കട്ടെ. ഈ ഒരു ലീഗൽ പ്രിൻസിപ്പിളുണ്ട്. ഇപ്പം ഇതുപോലെ റേപ്പ് കേസുകളിൽ പലപ്പോഴും ഒരു മെഡിക്കൽ എവിഡൻസ് വളരെ പ്രധാനപ്പെട്ടത്. ഈ ഡോക്ടറുടെ, കാരണം ഈ വിക്ടിമിനെ പരിശോധിച്ച് അതിജീവിതത്തെ പരിശോധിച്ചിട്ട് അവർ കൊടുക്കുന്ന ഡോക്ടർ എവിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ഇൻ റേപ്പ് കേസസ്.
അപ്പം അതിനകത്ത് ഞങ്ങൾ എല്ലാവരും നോക്കുന്ന ഒരു കാര്യം വെദർ ഹൈമൻ ഇൻടാക്ട് എന്നുള്ളൊരു പോയിന്റാണ്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രതിക്ക് അനുകൂലമാണ്. അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് റേപ്പ് കൊണ്ട് മാത്രമാകണമെന്നില്ല. നമ്മൾ പല രീതിയിൽ സംഭവിക്കാം. പലപ്പോഴും നമ്മൾ പറട്ടെ അതിജീവിതം നിൽക്കട്ടെ, നമ്മൾ സാധാരണ പെൺകുട്ടികളില്ലേ വിവാഹം കഴിച്ച് അയച്ചു പോകുമ്പോൾ ഈ ഭർത്ത വീട്ടുകാർ പലപ്പോഴും ഭർത്താവ് ഉൾപ്പെടെ സംശയം ഉന്നയിക്കാറുണ്ട്. ഹൈമൻ ഇൻടാക്ട് അല്ല, അതുകൊണ്ട് ഇവർക്ക് എന്തുകൊണ്ട്. പക്ഷെ അത് പുതിയ കാരണം കൊണ്ട് അതിപ്പോ പിന്നെ എന്താ കായികമായിട്ടുള്ള ഇതിൽ ഏർപ്പെടുന്ന കുട്ടികൾ, അതുപോലെ ഓടുന്ന ചാടുന്നൊക്കെ അവർക്ക് ഇതൊന്നും ഉണ്ടാവണമെന്ന് പറയുന്നില്ല, നിർബന്ധമില്ല. അത് പഴയ ഒരു മിഥ്യാധാരണ. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ കോടതി നോക്കുമ്പോൾ അതല്ല എന്ന് പറയുമ്പോൾ ഇത് തന്നെ ആകണമെന്നില്ല. കറക്റ്റ്. അതുപോലെ വേറെ കോടതി ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഈ സെമൻ, ഈ ആരോപിക്കുന്ന സെമൻ വെദർ ഫൗണ്ട് ഇൻ വജീന എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതുണ്ടെങ്കിൽ അതൊരു പ്രോസിക്യൂഷൻ അനുകൂലമായ തെളിവാ. ഇവിടെ അതില്ല. അല്ല, പ്രിക്കോഷൻ തന്നെയായിരുന്നല്ലോ. അല്ല, പ്രോസിക്യൂഷൻ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് 2 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ പരാതി കൊടുക്കുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് സെമിനോട് ഉണ്ടാവണം നിർബന്ധം ഉണ്ടെങ്കിൽ തന്നെ. പക്ഷേ അവിടെ ഫോറൻസിക് പരിശോധന എത്ര വർഷം കഴിഞ്ഞാലും ഉണ്ടാവുന്നത് അങ്ങനെ അറിയുന്നില്ലേ. ഇതൊക്കെ ഞാൻ അധികതയിലൊന്നും അവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ടൊക്കെയാണ് ഡിലേ വരുമ്പോൾ സംശയം ഉണ്ടാകുന്നത്. ഇമ്മീഡിയറ്റ്ലി ഒരു സംഭവം ഉണ്ടായി, ഇമ്മീഡിയറ്റ്ലി പോലീസ് റിപ്പോർട്ട് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി വൈദ്യ പരിശോധന നടത്തുക. അപ്പൊ ആ കൃത്യമായ തെളിവുകൾ നമുക്ക് കാണും. ഇപ്പം നമ്മൾ പറയാം, ഒരാൾ തല്ലി, ആ തിണർപ്പും അവിടെയുള്ള ആ ചുവന്ന പാടുകളും രക്തത്തിന്റെ ഒക്കെ എത്ര ദിവസം നിൽക്കും? ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ നടക്കത്തുള്ളൂ. ഒരാൾക്ക് പരുക്ക് പറ്റി ചോര വന്നു, 1 മാസം കഴിയുമ്പോഴത്തേക്ക് ആ പരുക്കൊക്കെ ഭേദപ്പെട്ടു എന്ന് വരാം. പിന്നെ പ്രശ്നം അറിയോ, യഥാർത്ഥ ഇങ്ങനെ സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് അവിടെ സെമിനോട് ഉണ്ടാവണം നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ പോലും. പക്ഷേ 2 വർഷം കഴിഞ്ഞ് കേസ് വരുമ്പോൾ അങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു കേസിൽ ഉണ്ടെന്ന് പറയുന്നതുമായി കൂടെ. അതാണ് എനിക്ക് കോടതി അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യം. ഇത് രണ്ടിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് 2 വർഷം കഴിഞ്ഞ് മനഃപൂർവ്വം ഒരു പരാതി കൊടുക്കുക. ഇവർ ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു സാധ്യത പറയുക. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് പരാതി കൊടുക്കുക, 2 വർഷം മുമ്പായിരുന്നോണ്ട് എല്ലാം തേഞ്ഞു മാഞ്ഞു പോയി എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിട്ട് ഇല്ലാത്ത ഉണ്ടെന്ന് വരുത്താനുള്ള ഒരു പോസിബിലിറ്റി ഈ കേസിനെ പറ്റി ഞാൻ പറയാം. അല്ല, പൊതുവെ വരത്തില്ല, കോടതിക്ക് ചിന്തിക്കാം. അപ്പോഴും സംശയം പതിക്കാൻ ഒരുപാട് പോകും. പിന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രതിയായ ബിഷപ്പ് ഈ അതിജീവിതയ്ക്ക് ചില അശ്ലീല മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പ്രോസിക്യൂഷന്റെ ആരോപണമുണ്ട്. തന്നെയുമല്ല, അതിജീവത ഈ മെസ്സേജുകൾ തൻ്റെ മറ്റ് സാക്ഷികൾക്ക്, സാക്ഷികൾ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തുന്ന ഒരു പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഈ അതിജീവിതയുടെ മൊബൈൽ ഫോൺ കോടതിയിൽ ഹാജരാക്കിക്കൂടാ? എൻ്റെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് പോകുന്നു, ഹാജരാക്കില്ല. എന്തുകൊണ്ടാണ് കാണാൻ പറഞ്ഞത്? ഇല്ല, അത് അവരല്ലേ സാധനം പറയേണ്ടത്, പ്രതി അല്ലല്ലോ അതിന്റെ എന്തുകൊണ്ടാന്ന് പറയേണ്ടത്, ഞാനും അല്ലല്ലോ പറയേണ്ടത്. അങ്ങനെ ഒരു മെസ്സേജ് വന്നേ, തെളിവ് കൊടുക്കട്ടെ കോടതിക്ക്. ആ മൊബൈൽ ഫോൺ അവിടെ ഹാജരാക്കേണ്ട ചുമതല ആരുടെ? പ്രോസിക്യൂഷന്റെ അല്ലേ? അതെ. എന്തുകൊണ്ട് ഹാജരാക്കില്ല? കോടതി ചോദിച്ചില്ലേ? കോടതി പറഞ്ഞു കൊണ്ടുവന്ന് പറയൊന്നുമില്ല. അത് ഹാജരാക്കേണ്ടത് പ്രോസിക്യൂഷന്റെ. അപ്പൊ ഹാജരാക്കിയില്ലെങ്കിൽ അങ്ങനെ അയച്ചു എന്ന് പറയുന്നത് ചിലപ്പോ യഥാർത്ഥത്തിൽ ഫോൺ നഷ്ടപ്പെട്ടതാവാം. ഞാൻ അതിജീവിതത്തെ കുറ്റപ്പെടുത്തി പറയുകയല്ല. ആരോപണങ്ങളൊന്നും തെളിയിക്കാൻ പറ്റിയില്ല എന്ന് ചുരുക്കം. ഒരുപാട് ആരോപണങ്ങളുണ്ട്, പക്ഷെ ഒന്നും തെളിയിക്കാൻ പറ്റില്ല. അതിന് വേണ്ടുന്ന ഇതൊന്നും ഹാജരാക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ തന്നെ ജഡ്ജിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക, അങ്ങനെ മൊബൈൽ ഫോൺ ഹാജരാക്കുന്നില്ലെങ്കിൽ 2 സാധ്യതകൾ. ഒന്നില്ല, മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയതാവും. 2, അങ്ങനൊരു മെസ്സേജേ ഇല്ല എന്നിട്ട് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതും ആകാം. ആണെന്നല്ല, ഈ സാധ്യതകൾ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പണ്ട് ചെങ്ങാലിപ്രാവിന്റെ കഥ കേട്ടിട്ടുണ്ട്. ഈ ചെങ്ങാലിപ്രാവ് കുഞ്ഞിന് അരി കൊടുത്തു, പയറ് കൊടുത്തിട്ട് നാഴിപ്പയറാ കൊടുത്തത്. എന്നിട്ട് ഞാൻ പോയിട്ട് വരുമ്പോൾ വറുത്ത് വെക്കാൻ പറഞ്ഞു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഉരിയെന്ന് പറഞ്ഞാൽ നാഴിയുടെ പകുതി. ചോദിച്ചു, നിന്റെ പകുതി എന്ത്? ഇല്ലമ്മേ, ഞാൻ വറുത്തപ്പോ ഇത്ര കിട്ടുള്ളൂ. ഞാൻ നിനക്ക് എത്രയാ തന്നത്? നാഴി. ഇപ്പൊ എത്രയുണ്ട്? ഉരിയ. അപ്പം ബാക്കി എവിടെ പോയി? അല്ലമ്മ, ഞാൻ വറുത്തിട്ട് ഇതേ ഉള്ളൂ. കള്ളം പറയുന്നു. ഒരു കുത്തു കൊടുത്തു.
പിന്നെയും ചോദിച്ചു. പിന്നെ കുട്ടി വേറെന്തോ ഒരു ഉണ്ണ ഉള്ളതാണ്. അവസാനം ഈ കൊത്തുകൊണ്ട് കുട്ടി മരിച്ചു കഴിഞ്ഞപ്പം ചെങ്ങാലിപ്പറമ്പിൽ സംശയം, ഇവര് പറഞ്ഞത് ശരിയാണോ, ഒന്ന് പരിശോധിച്ചേക്കാം. കോടതി അല്ലെങ്കിൽ ഇപ്പൊ ഒരു സാമാന്യ ബുദ്ധിയാണ് ഞാൻ പറഞ്ഞു. ഇവരൊരു നാഴിപ്പയർ ഇങ്ങോട്ട് എടുത്തു, പുറത്തു അളന്നു നോക്കി, അപ്പോഴാണ് ചെങ്ങാലിപ്പുഴ തലതല്ലി കരയെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടെന്ന് പറയുന്നു, യഥാർത്ഥത്തിൽ ഒന്ന് കോടതിക്ക് നോക്കണ്ടേ ഈ മൊബൈൽ ഫോൺ എന്തുകൊണ്ട് ഹാജരാക്കിയില്ല. ഇനി അടുത്ത ചോദ്യം, ചില മെസ്സേജുകൾ ഇമെയിലുകളൊക്കെ അയച്ചെന്ന് പറയുന്നുണ്ട്. അത് അതിജീവിതയുടെ ലാപ്ടോപ്പിലാണ് ആണ്ടത്. ലാപ്ടോപ്പ് എന്ത് ഹാജരാക്കിയില്ല? ലാപ്ടോപ്പ് ഇല്ല. ആരോപിക്കുന്നതൊക്കെ കോടതിക്ക് ഹാജരാക്കണ്ടേ? ചുമ്മാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് ഇല്ലെന്ന് ഞാൻ പറയും. ഞാൻ പ്രതിക്ക് അനുകൂലമായിട്ട് പറയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിജീവിയുടെ ലാപ്ടോപ്പ് കോടതിയിൽ ഹാജരാക്കി? ലാപ്ടോപ്പ് കൊണ്ട് ഹാജരാക്കി കഴിഞ്ഞാൽ വേറെ വിവരങ്ങൾ അതിനകത്ത് പുറത്തു വരുന്നില്ല. ലാപ്ടോപ്പ് ഹാജരാക്കാതെ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവല്ലേ? അല്ല, മൊബൈൽ ഫോണും കൊണ്ട് ഹാജരാക്കി വിവരങ്ങൾ എടുക്കുമ്പോൾ എല്ലാം വരുമല്ലേ? വരണ്ടേ? അപ്പൊ അതിനകത്ത് അങ്ങോട്ട് അയച്ച് ചിലപ്പോൾ മെസ്സേജുകളോ മറുപടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതും വരണ്ടേ വരും. അപ്പൊ അങ്ങനെയുള്ള ഭയം കൊണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ അത് കൊടുക്കാത്തത്. ഭയം കൊണ്ടാണ് അങ്ങനെ സംശയിക്കാം. ഉണ്ടെന്ന് പറയുന്നവര് അത് ഹാജരാക്കണം. ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം മൈറ്റി പോലീസ് ഈസ് വിത്ത് ദം. ആരോപണങ്ങള് നമ്മളെപ്പോഴും എഗെയിൻസ്റ്റ് അല്ലേ ആരോപിക്കുള്ളൂ. അതെ, നമ്മൾ ചെയ്ത കാര്യം നമ്മൾ മറച്ചു വെക്കുമല്ലോ. അതെ. അപ്പൊ ചിലപ്പോ ഇങ്ങോട്ട് വന്ന മെസ്സേജിന് റീപ്ലൈ കൊടുത്തിട്ടുണ്ടാവാം. അപ്പൊ ഇതുകൊണ്ട് പ്രോസിക്യൂഷൻ കൊണ്ട് ഹാജരാക്കി കഴിഞ്ഞാലേ ഉള്ള മെസ്സേജ് മൊത്തം അതിനകത്ത് എടുക്കില്ലേ? അതുകൊണ്ട് ഇതിനകത്ത് അപ്പൊ എടുക്കുമ്പോ അങ്ങോട്ട് കൊടുത്ത മെസ്സേജ് നമുക്ക് ഗുണകരമായിരിക്കില്ല. റിപ്ലൈ കൊടുത്തുന്നല്ല, വന്നിട്ടില്ലല്ലോ. ഇല്ല, താങ്കൾ പറഞ്ഞ സാധ്യതയൊന്നും ആണെന്ന് പറഞ്ഞില്ല. അതുകൊണ്ടായിരിക്കാം അല്ല, സാധ്യതകളുണ്ട്. കോടതി സംശയം വരും. അവിടെയും പ്രശ്നമാണ്. അതെ, അങ്ങനെ കോടതി വിധിയൊക്കെ സ്വാധീനിക്കില്ലേ? ജഡ്ജി ചുമ്മാ അവിടെ ഇരിക്കുന്നതാണ്, ഇതെല്ലാം ചിന്തിക്കില്ലേ? അല്ല, അങ്ങനെയാണ് രണ്ടുപേരും പ്രായപൂർത്തിയായവരാ, കൺസെൻഷ്വൽ ആകാം ഉണ്ടെങ്കിൽ തന്നെ അപ്പോഴും സംശയം ആർക്കും ഉണ്ട്. പക്ഷെ കേസ് ഇതിലാ നിൽക്കില്ലല്ലോ. അപ്പൊ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വകുപ്പ് അവിടെ നിൽക്കില്ലല്ലോ. മെസ്സേജിന് അതുപോലെ റീപ്ലൈ കൊടുത്താൽ തന്നെ അത് കൺസെന്റ് കിട്ടിയിട്ട് തന്നെയാണ് ഈ സംഭവം നടന്നില്ല എന്നുള്ളത് വരികയില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടായിരിക്കും ഹാജരാക്കാത്തത്. ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ആണെങ്കിൽ പ്രോസിക്യൂഷൻ മനഃപൂർവ്വം ഹാജരാക്കാതിരുന്നതായി. ഇത് ആരോപണം ഉന്നയിച്ച് പിന്നെ പണിയാതെ വരുന്നത് കണ്ടപ്പോ അത് കൊടുക്കാതിരുന്നുണ്ടാവും. ഇതാ ചില മണ്ടത്തരങ്ങൾ കാണിക്കല്ലേ. പിന്നെ ആകെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയെന്ന് പറയുന്നത് ഒരു ഹാർഡ് ഡിസ്ക്, ഇവരുടെ ലാപ്ടോപ്പിന്റെ ഹാർഡ് ഡിസ്ക് ഹാജരാക്കി. പക്ഷെ അതിനകത്തൊന്നും ഒന്നും വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഡിസ്കഷൻ അടുത്ത എപ്പിസോഡിലൊക്കെ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നോക്കാം. നമ്മൾ ആരുടെയും പക്ഷം ചേർന്ന് പറയും, കോടതി വിധി മാത്രമേ വ്യാഖ്യാനിക്കൂ. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.